മലബാറുകാരുടെ സ്വന്തം നമ്മുടെ ചട്ടിപ്പത്തിരി അതുണ്ടാക്കുന്ന പണി ആലോചിക്കുമ്പോൾ ഒന്ന് ബേക്കോട്ട് നിൽക്കും. ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. എന്നാൽ അതിനേക്കാളും ടേസ്റ്റിൽ മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ചട്ടിപ്പത്തിരിൻ്റെ ആണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. ബാക്കി വന്നിട്ടുള്ള 3 പൊറോട്ട വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 5 കോഴിമുട്ടയും 1/4 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് വെക്കാം. 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് മിക്സാക്കി നേരത്തെ 5 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള പൊറോട്ടയും കൂടെ അതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ നെയ്യിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മുകൾ ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നട്ട്സ് ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മുകൾ ഭാഗം വെന്ത് വന്നാൽ നെയ്യ് ബ്രഷ് ചെയ്തിട്ടുള്ള ഒരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് മുകൾ ഭാഗം കൂടെ ഒന്ന് കളർ മാറ്റിയെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള അടിപൊളി ചട്ടിപ്പത്തിരിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്